ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കകമെന്ന് ആം ആദ്മി വ്യക്തമാക്കി. കെജ്രിവാളിന്റെ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നുവെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. एक आदमी वहां पे बैठा था, वो बोला सर मुख्यमंत्री जी ने बहुत अच्छा किया कि जेल में रह के रिजाइन नहीं किया। अगर जेल में रह के रिजाइन करते तो भारतीय जनता पार्टी कहती कि हमारे दबाव में रिजाइन करना पड़ गया। मुख्यमंत्री जेल से बाहर आए और खुद अपनी मर्जी से रिजाइन किया। ये मुख्यमंत्री जी ने बहुत बड़ा काम किया। एक और वहां पे व्यक्ति थे, वो ये बात कर रहे थे, मैंने अभी फोन पे उनसे पूछा तो वे रहते तो हमारे ग्रेटर कैलाश में, मगर दुकान उनकी लाजपत नगर में। तो कह रहे थे कि सर लाजपत नगर के भी जो दुकानदारों का ग्रुप है जिसमें अधिकतर लोग भारतीय जनता पार्टी के समर्थक हैं, वो लोग भी ये बात कह रहे हैं कि ये अपने आप में बहुत बड़ी बात है कि एक मुख्यमंत्री अपनी कुर्सी से खुद रिजाइन करके कह रहा है कि जनता कहेगी मैं ईमानदार हूं तो इस कुर्सी पे बैठूंगा, वरना इस कुर्सी पे नहीं बैठूंगा। വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ രാജിവെച്ചേക്കും അല്ലെങ്കിൽ നാളെ രാജിവെച്ചേക്കും എന്നുള്ള നിലയിൽ നിന്നും ഇപ്പോൾ നാളെ രാജിവെക്കും എന്നുള്ള സ്ഥിരീകരണം ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം ഈ ഒരു സ്ഥിരീകരണം? കാളിദാസ്, ഔദ്യോഗികമായൊരു സ്ഥിരീകരണം രാജ്യവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. എന്തായാലും കെജ്രിവാൾ നാളെ രാജിവെക്കുമെന്നാണ് ആം ആദ്മി വ്യക്തമാക്കിയിരിക്കുന്നത്. ആം ആദ്മി മന്ത്രിയായ സൗരഭ് ഭരദ്വാജാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അതെന്ന് വൈകിട്ട് പാർട്ടി യോഗം ചേരുന്നുണ്ട്. 5 മണിക്കാണ് ആ യോഗം ചേരുക. ആ പാർലമെന്ററി പാർട്ടിയുടെ യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 പേരുകൾ എന്തായാലും മുന്നോട്ട് വരുന്നു. ആതിഷി മർലേനയ്ക്കാണ് സാധ്യതയെന്നാണ് പറയുന്നത്. ആതിഷി മർലേന നിലവിൽ ആം ആദ്മി മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ കെജ്രിവാളിൻ്റെ ഭാര്യയായ സുനിത കെജ്രിവാളിന് ഒരു സാധ്യതയുണ്ടെന്ന് ഉള്ള വിവരങ്ങളെല്ലാം തന്നെ വരുന്നു. ആ രീതിയിലുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ 2 പേരുടെ പേരുകളാണ് ആദ്യം മുൻഗണനയായിട്ട് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം ഈ രാജി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഇനി പദത്തിലേക്കില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. കഴിഞ്ഞ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം CBI രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹം ജയിലിലായിരുന്നു. തുടർന്ന് ജാമ്യം ലഭിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരുന്നത്. 5.5 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഈ കേസിൽ ജയിലിൽ കിടന്ന ശേഷം പുറത്തേക്ക് വരുന്നത്. തുടർന്ന് വലിയ സ്വീകരണമെല്ലാം തന്നെ ആം ആദ്മി നടത്തുകയുണ്ടായി. എന്തായാലും വലിയ പ്രവർത്തകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ രീതിയിൽ കെജ്രിവാൾ പുറത്തേക്ക് വന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് അപ്രതീക്ഷിതമായൊരു രാജ്യപ്രഖ്യാപനം കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അത് വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർക്കെല്ലാം തന്നെ ഒരു ആശങ്ക ഇടയാക്കിയെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ആണ് പുതിയ മന്ത്രി സ്ഥാനമേക്കും, മുഖ്യമന്ത്രിയായി പുതിയ ഒരാൾ വരും എന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. എന്തായാലും ഇതിലെല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടെ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വൈകിട്ടോടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് ചേരും. 5 മണിക്കാണ് യോഗം വെച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ നിർണായക തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സൗരഭ് ഭരദ്വാജ് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധത തെളിയിക്കാനാണ് കെജ്രിവാൾ രാജിവെക്കുന്നതെന്നും എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിലവിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ കെജ്രിവാളിൻ്റെ രാജിയെക്കുറിച്ചാണ് ചർച്ചയെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ കെജ്രിവാളിൻ്റെ ഈ തീരുമാനത്തെ ഡൽഹിയിലെ ജനങ്ങൾ പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത്. പുതിയ മന്ത്രി എന്ന കാര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഈ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നത്, അതായത് കെജ്രിവാളിനെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ്, അതിൽ വലിയൊരു അമർഷം ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു സൗരഭ് ഭരദ്വാജിൻ്റെ വാർത്താ സമ്മേളനം. എന്തായാലും കെജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കാളിദാസ്. അതെ, തീർച്ചയായും നാളെ അരവിന്ദ് കെജ്രിവാൾ നാളെ മുഖ്യമന്ത്രി പദം രാജിവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ആം ആദ്മിയുടെ ഭാഗത്തു നിന്നും മന്ത്രി സൗരഭ് ഭരദ്വാജാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് KC ഉണ്ണികൃഷ്ണൻ.